ഡോക്ടർ റീസെൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ എല്ല് പൊട്ടുന്നു എന്നുള്ളത്. വീഴ്ചയിലൊക്കെ ധാരാളമായിട്ട് എല്ല് പൊട്ടുന്നു, കാലിൻ്റെ ബോൾ പൊട്ടി, ഫ്രാക്ചറുകൾ സംബന്ധം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഴുമ്പോഴേക്കൊക്കെ പെട്ടെന്ന് അസ്ഥികൾ പൊട്ടുന്നൊരു സംഭവം ഉണ്ടാകുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? ഇത് സാധാരണ കണ്ടുവരാറുള്ള പ്രശ്നം തന്നെയാണ്, ബോണ് ഫ്രാക്ചർ ആവുക 50 വയസ്സ് കഴിഞ്ഞാൽ. ഇത് സത്യത്തിൽ സംഭവിക്കുന്നത് എങ്ങനെ ചോദിച്ചാൽ, ബോണിൽ 2 തരത്തിലുള്ള മടന്മാരുണ്ട്. ഒന്ന് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയും, അതായത് ബോണിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടീമാണ്. മറ്റൊന്ന് ഓസ്റ്റോക്ലാസ്റ്റ് എന്ന് പറയും, അത് ബോണിൽ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ചെത്തി വൃത്തിയാക്കി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന മറ്റൊരു വിഭാഗം ഭടന്മാരുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ 40 വയസ്സ് വരെ ഓസ്റ്റോബ്ലാസ്റ്റിൻ്റെ അളവ് കൂടി വരും. അതായത് ബോൺ റീഫോം ചെയ്ത് കൊണ്ടുവരുന്ന ടീമാണ് ഓസ്റ്റോബ്ലാസ്റ്റ്. പക്ഷേ ഓസ്റ്റോക്ലാസ്റ്റിൻ്റെ അളവ് കുറച്ച് കുറവുണ്ടായിരിക്കാം. ഇത് 50 വയസ്സ് കഴിഞ്ഞതോടുകൂടി ഈ ഫോം ചെയ്യുന്നത് ഓസ്റ്റോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഫോമിംഗ് ആയിട്ടുള്ള ആ ഒരു സെൽസിൻ്റെ അളവ് കുറയുകയും ഓസ്റ്റോക്ലാസ്റ്റിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അതായത് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഓസ്റ്റോക്ലാസ്റ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുക അതിൻ്റെ എല്ലിൻ്റെ ബലം കുറഞ്ഞു വരും. പ്രത്യേകിച്ചും ഈ മെനോപോസ് ആവുന്ന മാസംവാർ നിൽക്കുന്ന സ്ത്രീകളിൽ അവർക്ക് ഈസ്ട്രോജൻ ആണ് സത്യത്തിൽ ഈ ഓസ്റ്റോക്ലാസ്റ്റിനെ, ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഓസ്റ്റോക്ലാസ്റ്റിനെ പിടിച്ചു വെക്കുന്നത് ഈ ഈസ്ട്രോജൻ ഹോർമോൺ ആയിരുന്നു. അതിൻ്റെ അളവ് ഈ 45-50 ആകുന്നതോടുകൂടി അത് നിൽക്കുന്നതോടുകൂടി ഓസ്റ്റോക്ലാസ്റ്റിൻ്റെ അളവ് കൂടുകയും അതോടുകൂടി ബോണിൻ്റെ ഡെൻസിറ്റി, ബോണിൻ്റെ ആ ഒരു കനം കുറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് ഈ ബോൺ ഫ്രാക്ചർ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ തുടയിൽ പൊട്ടുക, അതേപോലെ നട്ടിലെ പൊട്ടിപ്പോവുക, അതേപോലെ ഇവിടുത്തെ റിസ്റ്റ് ഫ്രാക്ചർ ഉണ്ടാകുന്നത്, അതൊക്കെ തന്നെ ഈ പറയുന്ന ഓസ്റ്റോക്ലാസ്റ്റിൻ്റെ വർധനവ് കാരണമാണ്. പലപ്പോഴും ഈ 50 കഴിഞ്ഞാൽ അത് വളരെയധികം വർദ്ധിച്ചു വരിക ചെയ്യും. ഇപ്പോൾ സ്റ്റഡീസ് പറഞ്ഞു വരുന്നത് 50 വയസ്സ് കഴിഞ്ഞ 3 സ്ത്രീകളിൽ ഒരാൾക്ക് ഓസ്റ്റിയോപോറോസിസ്, അതായത് അസ്ഥി കനം കുറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാവും. അതേപോലെ 5-ൽ 1 പുരുഷന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഓസ്റ്റിയോപോറോസിസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്.